അങ്ങനെ ആ സൂപ്പർ കസ്റ്റാർഡൊക്കെ കഴിച്ച് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടെ നിന്ന് അടുത്താണ്, ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ കാണുന്നതാണ് കട. ഡൽഹി ധാബ എന്ന പേരിൽ പല സ്ഥലങ്ങളിലും പല ഹോട്ടലുകളിലും കാണാം. ഞാൻ ഇതുവരെ കയറി നോക്കിയിട്ടില്ല, ഇന്നാണ് കയറി നോക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് വെജിറ്റേറിയൻ ഫുഡ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും. കുറച്ച് കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ സാധനം എത്തി. ആലു പറാത്ത, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷാണ്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്ന് അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് കറിയും പുളിച്ചയും എത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞാൽ വായിക്കൊള്ളാത്ത വലിയ പേരുള്ള കറികൾ. ഈ രാജ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപയറാണ്, ചോളയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കടലയാണ്, ദഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ്. ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്, പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും കഴിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് വന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപയാണ്. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് സ്പോട്ടുകൾക്കും മറ്റു വ്ലോഗുകൾക്കും ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കല്ലേ.